ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കാലത്തായാലും വേണ്ടില്ല, ഏത് രൂപത്തിലും നാമരൂപങ്ങളിലും പ്രത്യക്ഷ രൂപയുടെ അവതാരങ്ങൾ എടുത്തപ്പോഴും സങ്കല്പാതീതമായിരിക്കുന്ന ശക്തിവിശേഷം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനായിട്ട് പൂർണ്ണ അവതാരമായിട്ട് 125 വയസ്സ് വരെ ജീവിച്ചു. ജനിച്ചപ്പോൾ മുതൽ 125 വയസ്സ് വരെ ജീവിച്ച ആ ശ്രീകൃഷ്ണൻ്റെതായ ധർമ്മം എന്താണോ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പ്രപഞ്ച പരിപാലനത്തിൽ ഒരു വീഴ്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സവിശേഷ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വരൂപമായിട്ടും അരൂപമായിട്ടും എങ്ങനെയൊക്കെയാണ് പരമപുരുഷൻ പ്രവർത്തിക്കുന്നതിന് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കറകളഞ്ഞ പാപരാഹിത്യത്തോടു കൂടിയുള്ള ഭക്തിമാർഗത്തിൽ മാത്രമേ അത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഭഗവാനെ പറ്റി ഭക്തിയുടെ രഹസ്യം എന്ന് പറയുന്നതാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പാടില്ല, ഭക്തന്മാരോട് അല്ലാതെ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കരുതെന്ന് ഭഗവാൻ പറയുമ്പോഴും പറയാൻ പാടില്ലാത്തതെന്നല്ല ഭഗവാൻ അർത്ഥമാക്കുന്നത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ രഹസ്യം എന്ന് പറയുമ്പോൾ, പരമരഹസ്യം എന്ന് പറയുമ്പം ഇത് ആരും അറിയാൻ പാടില്ലാത്തതാണെന്ന ധാരണ. അറിഞ്ഞാൽ മനസ്സിലാക്കാൻ കെൽപ്പുള്ളവർക്കേ പറഞ്ഞു കൊടുക്കാവുള്ളൂ എന്നർത്ഥം. ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവില്ല. അവിടെയാണ് രഹസ്യമായിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനായിട്ടോ രാമനായിട്ടോ ഏതൊക്കെ രൂപത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രപഞ്ച പരിപാലനത്തിൽ അണുയിട്ട പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല എന്നതാണ് ഭഗവാന്റെ ശക്തിവിശേഷം. നമ്മളേതെങ്കിലും കാര്യം പർട്ടിക്കുലർലി ഒരു കാര്യം സത്യയോടെ ചെയ്യണമെങ്കിൽ ബാക്കിയൊക്കെ ഉപേക്ഷിക്കണം, ആത്മനിയന്ത്രണം വേണം, മറ്റുള്ളതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ ഈശ്വരൻ്റെ യഥാർത്ഥ ശക്തിവിശേഷത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളും സത്യയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം. എല്ലാ ഇന്ദ്രിയങ്ങളിലും കോർഡിനേറ്റ് ചെയ്ത് ആ ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളെല്ലാം അതാത് വിധത്തിൽ അതാത് സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. കാണേണ്ട കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നാക്കിൻ്റെ ഗുണത്തെ ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ കേൾവിണ്ടു കേൾക്കേണ്ട സമയത്ത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് മറ്റിന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതൊക്കെ വളരെ കോൺസെൻട്രേഷനായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റേതായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയായിട്ട് പ്രകടമാകുകയും ചെയ്യും. ഇതാണ് ഈശ്വരൻ്റെ ശക്തിവിശേഷം. ഇത് നമ്മളെ ഭഗവാൻ പൂർണ്ണാവതാരത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതേപോലെ അനേകം രാജാക്കന്മാരും പ്രമാണിമാരും അദ്ദേഹത്തിന് സമാന്തരമായിട്ട് കഴിയുന്നുമുണ്ട്. പരമപുരുഷനാണ് പരമസ്വതന്ത്രനായിരിക്കുന്ന നിയന്താവ്. ബ്രഹ്മാവ്, ശിവൻ, സർവ്വലോകാധിപനായിരിക്കുന്ന ഇന്ദ്രൻ, ചന്ദ്രലോകത്തിൻ്റെ അധിപൻ, സൂര്യദേവൻ എന്നിവരുൾപ്പെടെ സമസ്ത ദേവന്മാരും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ നിർദ്ദേശാനുസരണം ആണ് അത് ഒക്കെ പ്രവർത്തിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നതും കാറ്റ് വീശുന്നതും അഗ്നി അതിൻ്റെ താപം പ്രസരിപ്പിക്കുന്നതും പരമപുരുഷനെ ഭയന്നാണെന്ന് വേദങ്ങൾ പറയുന്നു. ഭൗതിക ലോകത്തുള്ള സമസ്ത ചരാചരങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നത് ഭൗതിക പ്രകൃതിയാണ്. എന്നാൽ അവയിൽ ഒന്നിലും പോലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ സർവീശ്വരൻ്റെ നിർദ്ദേശം കൂടാതെ സൃഷ്ടി നടത്താനോ പറ്റില്ല. അവരെല്ലാം ചക്രവർത്തിക്ക് ആണ്ട് തോറും കപ്പം കൊടുക്കുന്ന സമന്മാരെ പോലെയാണ് വർത്തിക്കുന്നത്. പരമപുരുഷന് നിവേദിച്ച ഭോജ്യങ്ങളുടെ ഉച്ഛിഷ്ടം ഭുജിച്ചാണ് സമസ്ത ജീവജാലങ്ങളും ജീവാത്മാക്കളും ജീവിക്കുന്നതെന്ന് വേദാനുശാസനങ്ങളിൽ പറയുന്നുണ്ട്. വലിയ യാഗങ്ങൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട യാഗദേവതയായിട്ട് നാരായണൻ സന്നിഹിതനായിരിക്കുമെന്നും യാഗം കഴിയുമ്പോൾ ബാക്കി വന്ന ഭക്ഷ്യവസ്തുക്കൾ ദേവന്മാർക്ക് വിതരണം ചെയ്യുമെന്നും വേദാനുശാസനം തുടരുന്നുണ്ട്. അതിനാണ് യജ്ഞഭാഗം എന്ന് പറയുന്നത്. ഓരോ ദേവനും യജ്ഞഭാഗമുണ്ട്. അദ്ദേഹം അത് പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. ചുരുക്കത്തിൽ ദേവന്മാർ സ്വന്തം നിലയ്ക്ക് ശക്തന്മാരല്ല. പരമപുരുഷന്റെ കൽപ്പന പ്രകാരം അവരെല്ലാം വിവിധ നിർവാഹകരായിട്ട് പ്രവർത്തിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് അവർ യാഗോച്ഛിഷ്ടം അഥവാ പ്രസാദം ഭുജിക്കുന്നു. സർവേശ്വരൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ആജ്ഞകൾ അവർ നടപ്പിലാക്കുന്നു എന്ന് മാത്രമാണ്. പാശ്ചാത്തലത്തിൽ പരമപുരുഷനാണ്, മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ രൂപം ഇല്ലെന്നുള്ളത് തോന്നൽ മാത്രമാണ്. പരമപുരുഷൻ ഭൗതിക പ്രകൃതിയുടെ അരൂപമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതീതനാകുന്നത് എങ്ങനെയെന്ന് ഭൗതിക മാർഗത്തിലൂടെ നമ്മെ സങ്കല്പിക്കാൻ പോലും ആകുന്നതല്ല. അതുകൊണ്ടാണ് തനിക്ക് പരമായിട്ടൊന്നുമില്ലെന്ന്, അരൂപമായിരിക്കുന്ന ബ്രഹ്മം തനിക്ക് വിധേയമായി തൻ്റെ ശരീരത്തിൽ നിന്നുള്ള രശ്മികളുടെ ആവിഷ്കാരമായിട്ട് സ്ഥിതി ചെയ്യുന്നുവെന്നും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി ശ്രീല ശ്രീധരസ്വാമികൾ ഒരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. പരമപുരുഷന് എൻ്റെ സാധന പ്രമാണങ്ങൾ അർപ്പിക്കട്ടെ. അദ്ദേഹത്തിന് ഭൗതിക ഇന്ദ്രിയങ്ങളൊന്നുമില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലും ഇച്ഛയ്ക്കും അനുസരണമായിട്ടാണ് ഭൗതിക ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്. ഭൗതികമായ സർവേന്ദ്രിയങ്ങളുടെയും പരമമായ ശക്തി അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം സർവശക്തനാണ്. എല്ലാറ്റിൻ്റെയും നിർവാഹകനും അദ്ദേഹം തന്നെയാണ്. അതിനാൽ അദ്ദേഹം എല്ലാവർക്കും ആരാധനായിത്തീരുന്നു. ആ പരമപുരുഷന് ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീല ഭഗവാൻ ശ്രീധരസ്വാമികൾ എഴുതിയിരിക്കുന്ന കവിതയുടെ ഒരു അന്തർഭാഗമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഗീതയിൽ ഈ കാര്യം സ്പഷ്ടമാക്കിയത് സഖയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം യശവോസ്തുത കാമത്. പിന്നെ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ സർവ്വവ്യാപ്തിയും ഭഗവാന്റെ ശക്തിവിശേഷം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ബ്രഹ്മലോകം മുതൽ താഴെ ഉറുമ്പ് വരെയുള്ള സൃഷ്ടിയും അതിൻ്റെ പരിപാലനവും അണ്ണുവിണ്ണ തെറ്റാതെ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് സൃഷ്ടിയുടെ പരിപാലന വ്യവസ്ഥിതി ഭഗവാൻ ചെയ്തുകൊണ്ട് അതിനെയൊക്കെ സംഹരിക്കുന്നതും ഈ അവസ്ഥാത്രയങ്ങൾ അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം ഭഗവാന്റെ ശക്തിവിശേഷമാണ്. അത് അനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാവനയിൽ ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയദ്വഹ. അതുകൊണ്ടാണ് നമ്മളത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശക്തികളെ, ശക്തിവിശേഷങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നോ അതൊക്കെ ദേവന്മാരായിട്ട് കണ്ടുകൊണ്ട് അതിനെയൊക്കെ പരിപോഷിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശക്തി, ഈ ശക്തിവിശേഷം കൊണ്ട് തന്നെ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ ഇഷ്ടഭോഗങ്ങളെ നേടിത്തരും. അത് കിട്ടിക്കഴിഞ്ഞാലോ അതൊക്കെ തൻ്റേത് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാതെ വീണ്ടും ലോക നന്മയ്ക്കായിക്കൊണ്ട് അത് യജ്ഞഭാവേന പരസ്പരം ഭാവയന്തക പരമമായ ശ്രേയസ്സിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ അതിൻ്റെ ഉപയോഗം നടത്താം. ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, അത് വേണ്ടവത്ത് ഉപയോഗിക്കുക. യജ്ഞശിഷ്ടം ഭുജിക്കുക. ദേവന്മാർ പോലും ഭഗവാൻ ഭുജിച്ചതിൻ്റെ യജ്ഞശിഷ്ടമാണ് ഭുജിക്കുന്നത്. അതാണ് അവർക്ക് അമൃതത്വത്തെ നൽകുന്നത്. അതേ ഭാവനയോടെ നമ്മളോടും ജീവിക്കാനാണ് പറയുന്നത്. ഇവിടെ ഒന്നും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം ഉപയോഗിക്കുമ്പം ദേവന്മാർക്കായിട്ടുള്ള സമർപ്പണം, നമ്മുടെ ഇന്ദ്രിയം കൊണ്ട് കണ്ണുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, കാണേണ്ട കാര്യങ്ങൾ, കേൾക്കേണ്ട കാര്യങ്ങൾ, ഇന്ദ്രിയ ശക്തികളൊക്കെ ദേവന്മാരുടെ സങ്കല്പത്തിൽ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കുമോ, എന്തൊക്കെ ആർജിക്കാൻ സാധിക്കുമോ അതെല്ലാം ആർജിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് പോലും യജ്ഞശിഷ്ടമായിട്ട് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും ഈ ജീവജാലങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തിന് പ്രപഞ്ച സൃഷ്ടിയിൽപ്പെട്ട എന്തിനെങ്കിലും 84 ലക്ഷം തരം ജീവജാലങ്ങളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും സമർപ്പിച്ചാൽ അതൊക്കെ ദേവസമർപ്പണമായിട്ട്. അപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പരസ്പരം ഭാവയന്തക, ആ പരസ്പരമായിട്ടുള്ള സഹകർത്തിത്തിലൂടെ മാത്രമേ അനായാസന ജീവിതം സാധ്യമാകൂ. അത് ശ്രേയസ്കരമാക്കി മാറ്റും. നമ്മൾ ഈ ഭൗതിക ശക്തികളെ ഉപയോഗിക്കുന്നത് പോലും ഈശ്വര ശക്തിയുടെ പരോക്ഷമായിട്ടുള്ള ഉപയോഗമാണ് നടത്തുന്നതെങ്കിലും ഇതൊക്കെ നമ്മുടെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് വിചാരിച്ച് അത് പാർട്ട്ലി യൂസായിട്ട് ഉപയോഗിക്കുമ്പം അതൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ പ്രത്യക്ഷ ശ്രേയസ്സാകുന്നില്ല, ഒക്കെ പ്രേയസ്സാകും. അപ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടുന്നതൊക്കെ നാളെ ദുഃഖിക്കുമ്പം വീണ്ടും അതിനെ ദുഃഖിക്കാനിട വരാതിരിക്കാൻ വീണ്ടും അതേ പ്രയത്നം വേണ്ടി വരുന്നർത്ഥം. അപ്പം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസമുള്ള കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടുന്നതിനൊക്കെ സംഭരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കണം, അതിനുള്ള സോഴ്സസ് കണ്ടെത്തണം. ഈ പ്രവർത്തനങ്ങളൊക്കെ ഭൗതിക തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഭൗതിക ശക്തികളിലെല്ലാം ഈശ്വരനെ സങ്കല്പത്തിൽ കൊണ്ടുവന്ന് അതിനെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്.
അത് ഈശ്വരഭാവനയുടെ ദേവാൻ ഭാവയെ താനേനതേ ദേവഭാവയെന്തു ഭാഗ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് ഭാവനയിലാണോ നമ്മൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ദേവന്മാരുടെ അതേ സങ്കല്പത്തിൽ എല്ലാത്തിനും ദേവസങ്കല്പത്തെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളുടെ യൂട്ടിലൈസേഷൻ ആയിക്കോട്ടെ, ശരീരത്തിലുള്ള മറ്റ് ശക്തികളായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, അഹങ്കാരമായിക്കോട്ടെ, വികാര വിചാരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ദേവസങ്കല്പത്തിൽ കണ്ടാൽ വിശാലമായിട്ടുള്ള ഒരു മനസ്സിലേക്ക് നമ്മളെത്തും. അങ്ങനെ ആ ഒരവസ്ഥയിൽ എത്തിക്കൊണ്ട് ഇതിനെയൊക്കെ ഉപയോഗിച്ചോളും. അതല്ലാതെ ആ ബോധമില്ലാതെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ദുർവിനിയോഗമായിട്ട് മാറും. അത് നമുക്ക് അഥവാ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് ഈശ്വരനെ വിചാരിക്കാതെ പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വിചാരിക്കാതെ ചെയ്യുന്ന നിരീശ്വരവാദികൾക്ക് പോലും യുക്തിവാദികൾക്ക് പോലും ഈശ്വരൻ്റെ ശക്തിയാകുന്ന ജീവനില്ലാതെ അവർക്ക് ചെയ്യുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ പരോക്ഷമായിട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് ഈശ്വര ശക്തിയെ തന്നെയാണ്. പക്ഷെ ആ ഭാവനയൊന്ന് കാഴ്ചപ്പാട് മാറ്റുന്നവർക്കാണ് ഇവിടെ അത് യഥാർത്ഥ വിധത്തിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ അനായാസമായിട്ട് തീരുകയും അത് നമ്മുടെ കാലാകാലം അവനവൻ്റെ ജീവിതകാലം വരെയെങ്കിലും നിലനിർത്താൻ സാധിക്കുക, നഷ്ടപ്പെട്ടിട്ട് ദുഃഖിക്കാൻ ഇടവരുത്താത്ത വിധത്തിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ ശ്രേയസ്കരം എന്ന് പറയുന്നത്. അതാണ് അനായാസന ജീവിതം. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ തന്നെ യൂട്ടിലൈസേഷന് നമുക്ക് മുമ്പ് കിട്ടിയ ഭക്ഷണം അത് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ശ്രേയസ് എന്ന് പറയാൻ പറ്റില്ല, അത് പ്രേയസാണ്. അപ്പം നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് പോലും നമുക്ക് വേണ്ട വിധത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണമെന്ന് ബേസിക് തിയറി മനസ്സിലാക്കണം എന്നർത്ഥം. അതില്ലാതെ ഉപയോഗിച്ചാൽ അതൊക്കെ പ്രേയസായിട്ട് മാറും. അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തെ ആരാധ്യമാക്കി തീർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ ആരാധ്യനാണ്. പ്രത്യക്ഷനാണോ ആയിട്ടോ പരോക്ഷമായിട്ടോ ആണെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് ഈശ്വരൻ്റെ ശക്തിയെ തന്നെയാണ്. കാരണം നമ്മുടെ ശരീരവും ഈശ്വര സങ്കല്പത്തിൽ അവരാശക്തി കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ജീവനും തന്നിരിക്കുന്ന ഭഗവാനാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതും ഭഗവാൻ എന്ന് പറയുന്ന സങ്കല്പമാണ്. അതിലുള്ള ശക്തി വിശേഷങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് പാർട്ട്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഈശ്വരശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് സാധിക്കുന്നത് എന്ന് ആത്യന്തികമായിട്ട് തിരിച്ചറിയാം. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നത്. അതായത് പരമപുരുഷനാണെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പ്രത്യേകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുരുഷൻ എന്നാൽ വ്യക്തി, ഉത്തമൻ എന്നാൽ സർവശ്രേഷ്ഠം അഥവാ അതീന്ദ്രിയം, സചേതനവും അചേതനവുമായ എല്ലാറ്റിനും അതിനാണ് താനെന്നും അതുകൊണ്ടാണ് താൻ പുരുഷോത്തമനായിട്ട് അറിയപ്പെടുന്നത് എന്നും അദ്ദേഹം ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നു. അനന്തവും സർവ്വവ്യാപിയുമായിരിക്കുന്ന ആകാശപ്പരപ്പിൽ വായു എന്നതുപോലെ എല്ലാവരും തന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നുവെന്നും ഭഗവാൻ അന്യത്ര പ്രസ്താവിക്കുന്നുണ്ട്. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ബ്രഹ്മലോകം മുതൽ താഴെ ഉറുമ്പ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൂര്യചന്ദ്രാദി നക്ഷത്ര ഗ്രഹങ്ങളും എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ഭൗതിക ദൃഷ്ടിയിൽ കാഴ്ചപ്പാട് നോക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലൊന്നും ഒരു ശക്തി പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊക്കെ പ്രകൃതിയാ തന്നെ നമ്മുടെ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ധാരണ വരും. നമ്മൾ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇന്ദ്രിയക ശക്തികളെ കൊണ്ടോ നമ്മളിലുള്ള ശക്തി കൊണ്ടോ നമ്മൾ എന്തെങ്കിലും സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശ്രേയസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന നേതാവ് ഭഗവാൻ തന്നെയാണെന്ന് അറിയണം. നമ്മുടെ ശരീരം അചേതനമായിരിക്കുന്ന പ്രകൃതി ശക്തിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരം അപരാശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ക്ഷരമാണ്, നശിക്കുന്ന ഇന്നലെ നാളെ ഏത് നിമിഷവും നശിക്കുന്നതാണ്. ആ ശരീരത്തെ പോലും നശിക്കാത്തതായിട്ട് അക്ഷരപുരുഷനായിട്ട് നമ്മുടെ ജീവാത്മാവ് സർവസ്യജാകം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം ആപോഹനം എന്ന് ഭഗവാൻ വ്യക്തമാക്കി 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവപ്രാണികളുടെയും ഉള്ളിൽ ജീവാത്മാവായിട്ട് ഹൃദയഗ്രഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പയറ് വിത്ത് നമ്മൾ മണ്ണിനടിയിൽ ഇട്ടാൽ അത് മുളച്ച് വന്ന് എന്താകണം, എങ്ങനെയാണ് വളർച്ച, അതിനുള്ള അറിവ് ഈ പയറ് വിത്തിലും ഒരു കടുകുമണി ഇട്ടാലും കടുകുമണിയിലുമുണ്ട്. അപ്പം നമ്മുടെ ബീജത്തിലും ഈശ്വരൻ്റെ ശക്തിയിൽ ഉള്ള സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന അറിവ് നമ്മൾ വലുതായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ജനിക്കേണ്ടത്, ജനിക്കാനുള്ള പ്രോസസ്സ്, ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാ ആത്മശക്തിയാൽ അന്തര്യാമിയായിരിക്കുന്ന ജീവാത്മാവ്
ആയിട്ട് അറിവും ഓർമ്മയും മറവിയുമായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഈശ്വരൻ്റെ ശക്തി തന്നെയാണെന്നുള്ള അവബോധമാണ് ഏറ്റവും വലിയ അവബോധം. അത് സ്വയം ആത്മവിചാരം ചെയ്ത് മനസ്സിലാക്കണം. ഇതൊരു തുടർച്ചയായിട്ട് ഒരു ക്ലാസ്സിൽ പോയി പഠിക്കാനോ സ്കൂളിലോ കോളേജിലോ പോയി പഠിച്ച് മനസ്സിലാക്കേണ്ടതൊന്നുമല്ല. എവിടെ പോയി പഠിച്ചാലും നമുക്ക് പ്രയോജനപ്പെടുത്താത്ത, ജീവിതത്തിൽ ഒരിക്കലും പ്രയോജനപ്പെടുത്താത്ത അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ മാത്തമാറ്റിക്സും അതും ഇതൊക്കെ ആൾജിബ്രയും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നടത്തുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ യൂട്ടിലൈസേഷൻ നമുക്ക് വന്നിട്ടുമില്ല, വരികയുമില്ല. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ നശിക്കുന്ന ശരീരം, നശിക്കാത്ത ശരീരം, ആ ശരീരം എന്ന് പറയുന്ന ആത്മശക്തി എന്ന് പറയുന്ന ശക്തി ജീവൻ ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അത് ശരീരം നശിക്കുമ്പോഴും നശിക്കാതെ നിൽക്കുന്ന ശക്തി എന്താണെന്നുള്ള കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിരിക്കുന്ന ശാസ്ത്രാന്വേഷണം വേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബേസിക്കായിട്ടുള്ള ബാക്കി ഭൗതികമായിട്ടുള്ള എല്ലാ അറിവുകളും നമ്മളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാകും. ഈ പറയുന്ന നമ്മൾ സ്കൂളിലോ കോളേജിൽ പോയി പഠിക്കുന്ന ഭാഷകളോ എല്ലാത്തിൻ്റെയും അറിവിൻ്റെ ആധാരമായിരിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതേ ശക്തി തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭൗതിക ശക്തികൾക്ക് വേണ്ടിയിട്ടും അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പം നമ്മുടെ യഥാർത്ഥ ശക്തി നമുക്ക് പ്രകടമാക്കാൻ സാധിക്കാതിരിക്കുന്നു. അപ്പോൾ ഈ ഭൗതിക ശക്തികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ പുനരാവർത്തനത്തിന് വിധേയമായിട്ടുള്ള ഭൗതിക പ്രകൃതിയിൽ തന്നെ കഴിയേണ്ടതായിട്ട് വരും. അപ്പം നശിക്കുന്നതായിരിക്കുന്ന ആ ക്ഷരസ്വരൂപമിരിക്കുന്ന ശരീരവും നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഉള്ള മാർഗം നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അപരാശക്തിയായിരിക്കുന്ന ശരീരം ജീവനോടെ ഇരിക്കുന്നത് പരാശക്തിയാകുന്ന ജീവൻ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഇതിനെ ചേർത്ത് വച്ചിരിക്കുന്ന ഏതൊരു നശിക്കാത്ത ശക്തിയാണോ അതിനെയാണ് പുരുഷോത്തമൻ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഉത്തമ പുരുഷസ്ഥന്യ പരമാത്മാ ഉദാഹൃതക. ഇപ്പോൾ ഉത്തമ പുരുഷനെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഭജിക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.